നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടൻ പറയാതെ ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞതല്ല അർച്ചന, അവന്തി എടുത്തി വിഷമിപ്പിക്കാൻ പറ്റില്ലെന്ന്. സച്ചേട്ടന്റെ മുമ്പിലല്ലേ സ്വന്തം കൂടപ്പുറപ്പ് കണ്ണു നിറഞ്ഞു നിൽക്കുന്നേ. ആ വിഷ്ണു സച്ചേട്ടന് കാണാൻ പറ്റുന്നില്ലേ? അതോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? സച്ചേട്ടാ, ആരെയും വിഷമിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. പക്ഷെ ആഗ്രഹമില്ലാതെ എനിക്കൊരു ജീവിതമില്ല. സച്ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് പലപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. സച്ചേട്ട ഒരാളെ തീവ്രമായി ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഏട്ടത്തിയില്ലെന്നും എനിക്കറിയാം. ഏട്ടൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് പകരമായി അർച്ചനയെടുത്തിയെ പോലെ ഏട്ടനെ സ്നേഹിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ കിട്ടി. പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നത് അനഘയാ. എന്റെ മനസ്സിന്റെ കോണിൽ പോലും ഇല്ലാത്ത അനഘ. ഞാനിപ്പോ നിൽക്കുന്ന ഇതേ അവസ്ഥയില് ഏട്ടൻ നിന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പോ അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. ആദ്യം എനിക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായ നന്ദേട്ടനെ പോലെ ഞാനും എങ്ങോട്ടെങ്കിലും പോകും. ഞാനൊരു നട്ടലില്ലാത്ത ഒരുത്തനാണെന്നാ പലരും അടക്കം പറയാം. ആദ്യം വരെ ഒരിക്കലും അത് പറഞ്ഞിരുന്നു. അങ്ങനെ അല്ലത് എനിക്ക് തെളിയിക്കണം. എന്നെ ഈ വീട്ടിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഏട്ടനും ഏട്ടത്തെയാണെന്നാ എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനാ ഇപ്പൊ വിള്ളൽ വീണിരിക്കുന്നത്. മതി സന്ദീപേ, ഞാനും കുറെ പറഞ്ഞു നോക്കിയതാ സച്ചേട്ടനോട്. പക്ഷെ ഫലം ഉണ്ടായില്ല. നീ പറഞ്ഞില്ലേ മനസ്സിലാക്കുന്ന കാര്യം? നിന്റെ ഏട്ടൻ നിന്നെക്കാളും മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വീട്ടിലെ മറ്റു പലരെയാ. ചോരയെ ചോര തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല സന്ദീപ്. നീ വാ. നിങ്ങൾ നിന്നേ. എനിക്കറിയാം ഞാനെതിരെ നിന്നാലും അർച്ചന ഇത് മുന്നിൽ നിന്ന് നടത്തുമെന്ന്. ഇല്ല സച്ചേട്ടാ, ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയാ. ഞാൻ എന്ത് ചെയ്താലും സച്ചേട്ടൻ എന്നോടൊപ്പം വേണം. നട്ടലില്ലാതെ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവില്ലല്ലോ. ഞാൻ തന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നലെ രാത്രി മുതൽ ഞാൻ ആലോചിച്ചു തുടങ്ങിയതാ ഈ രജിസ്റ്റർ മാരേജിനെ കുറിച്ച്. പക്ഷേ അവന്തികേട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അതെന്നെ പുറകോട്ട് വലിച്ചു എന്നതാ ശരി. സ്നേഹിക്കുന്നവർ ഒന്നിക്കണം എന്നുള്ളതാ ശരി. അതുകൊണ്ട് മനഃപൂർവ്വമായി ബാക്കിയുള്ളതെല്ലാം മറന്നുകൊണ്ട് ഞാനിതിനെ സമ്മതിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.